ഇപ്പൊ വണ്ടി ശരിയായല്ലോ. വിദ്യാമ്മയോ? അതെ, വിദ്യാമ്മ തന്നെ. അല്ല, വിദ്യാമ്മ എപ്പോഴാ ഇതില് കയറിയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താണ് നിങ്ങളുടെ പേര്? സുകുമാരൻ. സുകുമാരൻ മൂകാംബികാമ്മയുടെ വലിയ ഭക്തനാണ് അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? എല്ലാ ദിവസവും അമ്പലത്തിൽ കയറി അമ്മയെ കണ്ട് തൊഴുതിട്ടേ ഞാൻ വണ്ടി സ്റ്റാൻഡിലെടുത്തുള്ളൂ. എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും മൂകാംബിയമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. എൻ്റെ ഓട്ടോയുടെ പേര് പോലും ദേ മൂകാംബിയമ്മ എന്നാ. എന്നിട്ട് ഒരു ഭക്തന് ചേർന്ന പ്രവൃത്തി അല്ലല്ലോ സുകുമാരൻ ചെയ്തത്. അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. സാധുവായ ഒരു പെൺകുട്ടിയെ രാത്രിയിൽ വഴിയിലിറക്കി വിട്ടത് ഒരു ദേവീഭക്തന് ചേർന്ന പ്രവൃത്തിയാണോ? ഇല്ല, അത് പിന്നെ എൻ്റെ വണ്ടി ഇവിടെ വന്നപ്പോൾ റിപ്പയർ ആയപ്പോ. എന്നിട്ട് ഇപ്പൊ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സുകുമാരൻ എന്നോട് പറഞ്ഞതും കള്ളമാണ്, ആ കുട്ടിയോട് ചെയ്തത് മഹാ അപരാധവുമാണ്. അത് പിന്നെ വിദ്യാമ്മേ, ഞാൻ ചെയ്ത ഈ തെറ്റിന് പ്രതിഫലം വാങ്ങുകയും ചെയ്തു. അയ്യോ, അമ്മയുടെ ഭക്തന്മാരാരും ഇതുപോലുള്ള അപരാധങ്ങൾ ചെയ്യാറില്ല. ചെയ്താൽ തന്നെ അവർക്കതിന് വലിയ വില നൽകേണ്ടി വരും. എന്താ, ചെയ്തത് തെറ്റായി പോയിന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? വിദ്യാമ്മ ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് ഇപ്പം മനസ്സിലായി. അവനെ ആ പെണ്ണിന്റെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞപ്പോ അവനവളെ ദ്രോഹിക്കാനാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പിന്നെ എത്ര പ്രായശ്ചിത്തം ചെയ്താലും അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് വിദ്യാമ്മേ? വിദ്യാമ്മ പറയുന്ന പോലെ ചെയ്യാം. എങ്കിൽ ഇപ്പൊ തന്നെ ആ തെറ്റ് തിരുത്തണം. ചെയ്യാം, തിരുത്താം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ വണ്ടി മുന്നോട്ട് പോകട്ടെ. ഓ, ശരി വിദ്യാമ്മേ. ചേടാ, ഇവരിതെവിടെ പോയി? എനിക്കിനി അവര് വണ്ടിയിലുള്ളതായിട്ട് തോന്നിയതാണോ? വാടി ഇങ്ങോട്ട്. കുറെ നാളായി നിന്നെ ഞാൻ നോട്ടോട്ട് വെച്ചിരിക്കായിരുന്നു. വാടി ഇങ്ങോട്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ആ കുട്ടിയെ വെറുതെ വിട്. സുമാര, നീ ഇതിൽ ഇടപെടണ്ട. നിനക്ക് ആവശ്യത്തിനുള്ള കാശ് ഞാൻ തന്നില്ലേ? എടാ, അതൊക്കെ ശരിയെന്നെ. നീ തന്ന കാശ് മര്യാദയ്ക്ക് ആ കൊച്ചിനെ വിട്. എടാ, വിടറാ. എടാ, എന്റെ കാശും വാങ്ങി നീ എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നോ? ജീവൻ വേണമെങ്കിൽ പൊക്കോ, ഇല്ലെങ്കിലേ നിന്നെ കൂടെ കത്തിക്ക് ഞാൻ വിടട്ട്. നടക്കാൻ നടക്കാൻ നടക്കടി നടക്കടി അങ്ങോട്ട്. ഇങ്ങോട്ട് പോടി.
വിടാൻ പറഞ്ഞല്ലേടാ. മോളെന്നോട് ക്ഷമിക്കണം. അവൻ എനിക്ക് കാശ് തന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അത് പക്ഷേ മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവത്തെ ഓർത്ത് മോളിത് ആരോടും പറയരുത്. വാ, മോളെ ഞാൻ സത്രത്തിലാക്കാം. ഇനി ഇവിടെ നിൽക്കണ്ട. വാ വാ. വാ.